ശബരിമലയ്ക്ക് പുറമെ ഗുരുവായൂർ ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിലാണ് ഹൈക്കോടതി ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയത്. ഡിജിറ്റൽ ഓൺലൈൻ വരുമാനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ നൽകിയില്ല എന്ന് ഓഡിറ്റർ ഹൈക്കോടതിയിൽ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതര വിവരങ്ങളാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ദേവസ്വത്തിന്റെ സാമ്പത്തിക ഭരണ സംവിധാനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ വിദഗ്ധ സ്ഥാപനത്തെ നിയോഗിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിൽ ലഭിച്ച ഓൺലൈൻ ഡിജിറ്റൽ വരുമാനങ്ങളുടെ കണക്ക് ഓഡിറ്റ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഓഡിറ്റർക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും നൽകാത്തതിനാൽ ഡിജിറ്റൽ വരുമാനം ഓഡിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 2011-12 സാമ്പത്തിക വർഷവും 2019-20 54 കോടി രൂപയുടെ കണക്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷനുണ്ട്. ക്യാഷ്ലെസ് ട്രാൻസാക്ഷനും ഓൺലൈൻ പണമിടപാടിലും ക്രമക്കേടുണ്ട്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന സ്വർണം, വെള്ളി ഉരുപ്പിടികളുടെ മൂല്യം 42 വർഷമായി കണക്കാക്കിയിട്ടില്ല. സാമ്പത്തിക ഇടപാട് പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യണമെന്നും അതിനായി വിദഗ്ധരുടെ സേവനം ഉപയോഗിക്കാമെന്നും കോടതി ഉത്തരവിട്ടു. ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. പുന്നത്തൂർ കോട്ടയിലെ 39 ആനകൾക്ക് കേരള ക്യാപ്റ്റീവ് റൂൾ അനുസരിച്ച് സംരക്ഷണം നൽകണം. സെപ്റ്റംബർ 2 സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതിയെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശുദ്ധജല വിതരണത്തിന് RO വാട്ടർ ഉറപ്പുവരുത്തണമെന്നും CCTV നിരീക്ഷണം കാര്യക്ഷമമാക്കണമെന്നും ദർശനത്തിന് ഓഗസ്റ്റ് 4 മുതൽ വിർച്വൽ ക്യൂ സംവിധാനം കൂടി ആരംഭിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.